ഹലോ ഗൈസ്, ഞങ്ങളുടെ കുഞ്ഞു ഡേമ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇത് കുഞ്ഞു വിശേഷങ്ങൾ, ഈവനിങ് വരെയുള്ള കുഞ്ഞു കാര്യങ്ങൾ കേട്ടോ, അതാണ് ഇന്ന് ഉൾപ്പെടുത്തി കുഞ്ഞു വ്ളോഗാണേ. അപ്പോൾ എൻ്റെ മടി പിടിച്ചൊരു ദിവസമായിരുന്നു സത്യം പറഞ്ഞാൽ. രാവിലെ എണീച്ച് വന്നിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവില്ല, അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറെന്ന് അറിയണമെങ്കിൽ, ഏട്ടന് ഫുഡ് കൊടുക്കണമെങ്കിലൊക്കെ നമ്മൾ എണീച്ചല്ലേ പറ്റുള്ളൂ. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, ഒരു വയ്യായ്മ തോന്നും. പക്ഷേ എന്തായാലും ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ആപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് കറി ആപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറുമ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. കുറുമ മാറ്റി തേങ്ങ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തേങ്ങയും വലിയുള്ളിയും അതൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് മീൻസ് വറുത്തെടുത്തിട്ട് മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും കുറച്ച് വലിയുള്ളിയും കുറച്ച് കുരുമുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ തുടങ്ങി വറുത്തെടുത്ത് നമ്മുടെ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറുമയാണ് മീൻസ് നന്നായിരിക്കുക. പക്ഷെ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിന്നുക്കുട്ടിക്ക് ഇന്ന് ഓപ്പൺ ഡേ ആണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ അവൾ ഓപ്പൺ ഡേക്ക് പോകാൻ നിൽക്കുകയാണ്. ഓപ്പൺ ഡേയിൽ നമുക്ക് യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ ഓപ്പൺ ഡേ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു. സെമ്മിൻ്റെ അല്ല കേട്ടോ, സെമ്മിനി വരാൻ പോകണല്ലേ ഉള്ളൂ. അപ്പോൾ അതിന് ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു. ഇവരുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ ആയിരിക്കും പാരൻസ് മീറ്റിംഗ് ആണെങ്കിലും ഓപ്പൺ ഡേ ആണെങ്കിലും 7:30 ആ സമയത്തായിരിക്കും. 7:30 തൊട്ട് 9 മണി വരെ, അല്ലെങ്കിൽ 7:30 തൊട്ട് 8:30 വരെ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, രാവിലെ എല്ലാവർക്കും ബിസി പിടിച്ച സമയമായിരിക്കും. ആ സമയത്തായിരിക്കും അവരുടെ ഓപ്പൺ ഡേ സ്കൂളിലെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് ചെയ്യാല, മാനേജ്മെൻറ്റ് തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ പോയാലേ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, അല്ലാതെ എന്ത് ചെയ്യാനാ. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ പോകാമെന്ന് പറഞ്ഞു. ഏട്ടനെ അവളും കൂടിയിട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. മാർക്കൊക്കെ പിന്നെ ഓൾറെഡി നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അവൾക്ക് നേരത്തെ പേപ്പറൊക്കെ കാണിച്ചു കൊടുത്ത് അവൾ എഴുതിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഇത് കഴിഞ്ഞു. ആപ്പവും മസാലക്കറിയായിരുന്നു. പറഞ്ഞല്ലോ, കഴിക്കണതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിന്നുക്കുട്ടി എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന് എനിക്കറിയില്ല. മിട്ടു അവിടെ കിടന്ന് TV കാണണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കുളി എല്ലാവരുടെയും കഴിഞ്ഞു കേട്ടോ. മിട്ടുവിൻ്റെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതാ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അതിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇന്നിപ്പോൾ രസം ഉണ്ടാക്കുക, വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത്. പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല, ഓംലെറ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ കൊണ്ടാട്ടമൊക്കെ ഉണ്ടായിരുന്നു, അരിക്കൊണ്ടാട്ടം, പിന്നെ എന്താണ് ഉണ്ണിത്തണ്ട് കൊണ്ടാട്ടം അമ്മ തന്നു വിട്ടതാണേ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വറക്കാം, മുളക് ഉണ്ടായിരുന്നു, അതൊക്കെ വറക്കാമെന്ന് വിചാരിച്ചു. ഇന്നൊരു ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ ഒരുപാട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നിങ്ങനെ പോട്ടെ വിചാരിച്ചു. വെണ്ടയ്ക്ക അടുപ്പത്ത് വെച്ചു. അങ്ങനെ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നല്ല ഏട്ടൻ ഉണ്ണിയപ്പം കൊണ്ടുവന്നത് കേട്ടോ. ഇത് നമ്മുടെ മലയാളി കടയിൽ, ഞങ്ങളെ ഇഷ്ടം പോലെ മലയാളി കടയുണ്ട് കേട്ടോ. അവിടെ മലയാളികൾ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ് കല്യാൺ. ഒരുപാട് മലയാളികളുണ്ട്, മലയാളി കടയുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ വാങ്ങിക്കാൻ കിട്ടി. നമുക്ക് ഇടയ്ക്കൊക്കെ കൊതിയൊക്കെ തോന്നുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ നല്ലത്. കാരണം നമ്മളിപ്പോൾ ഞങ്ങളെല്ലാവരും 1-2 അത്രയൊക്കെ തന്നെ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഉണ്ടാക്കണേക്കാളും നല്ലത് ഇടയ്ക്ക് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കും. പരിപ്പ് പൊടി അവിടെ നിന്ന് കിട്ടും. മുമ്പൊക്കെ വാങ്ങിയിരുന്നു. ഇപ്പം പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക്. ഈവനിങ്ങിൽ എന്തെങ്കിലുമൊക്കെ അവർക്കായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വെറൈറ്റി പിടിക്കുമ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കില്ല കേട്ടോ. എണ്ണയല്ലേ, ഞാൻ എല്ലാ ദിവസമൊന്നും ഉണ്ടാക്കി കൊടുക്കില്ല. 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ വൈകുന്നേരത്തിന് ചായക്ക് വാങ്ങിക്കൊണ്ട് വന്നത്, അത് ഇപ്പം തന്നെ കഴിക്കൽ കഴിഞ്ഞു. കണ്ടാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അപ്പം അങ്ങനെ കഴിച്ചു കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ. മിട്ടു കഴിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഏട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോൾ ഏട്ടന് കിട്ടുമോയെന്ന് അറിയില്ല. അതിപ്പോൾ എല്ലാം ഞങ്ങളിപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യും. പിന്നെ ഇതാ വെണ്ടയ്ക്കുപ്പേരി ഉണ്ടാക്കി, രസം ഉണ്ടാക്കി, ഞങ്ങളെ ചോറൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇതാ നമ്മുടെ കുട്ടി എന്താണ് കളിക്കുന്നത്, ചെസ്സ്, പാമ്പും കോണി ഞാനും കളിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാമ്പും കോണി കളിക്കുക. അയ്യോ ഭയങ്കര രസമാണ്. കള്ളനും പോലീസ്, പാമ്പും കോണി. ചെസ്സൊക്കെ കളിക്കാൻ അറിയില്ല കേട്ടോ. ഇവർ ചെസ്സ് കളിക്കുന്നത് കണ്ടിട്ട് ഏതിപ്പോൾ എന്താ അത്, മിന്നു കുറേ പഠിപ്പിച്ചു തരാൻ നോക്കി. പക്ഷെ എന്നെ മണ്ടയ്ക്ക് കയറണില്ല. അങ്ങനെ ഇതിൻ്റെ അടിയിലൊക്കെ അവസാനം അടിയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഈ പഴംപൊരി ഉണ്ടാക്കി ഈവനിങ്ങിൽ സ്നാക്സായിട്ട്. അപ്പോൾ പഴംപൊരി മിട്ടുവിന് ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് അവന് ഉണ്ടാക്കി കൊടുക്കും. അവൻ പരിപ്പ് വടയൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.